കൂർമാവതാരം. ഒരിക്കൽ ദുർവാസാവ് മഹർഷി ദേവലോകത്തെത്തി. ദേവലോകത്ത് നന്ദനോദ്യാനത്തിൽ കൂടി അദ്ദേഹം നടന്നു. ഈ സമയം അപ്സരസുന്ദരിയായ മേനക കൽപ്പവൃക്ഷത്തിലെ പൂക്കൾ കൊണ്ട് കോർത്ത ഒരു മാലയുമായി ആ വഴി വന്നു. മഹർഷിയെ കണ്ട മേനക അദ്ദേഹത്തെ വന്ദിക്കുകയും തന്റെ കയ്യിലുണ്ടായിരുന്ന മാല മഹർഷിക്ക് സമർപ്പിക്കുകയും ചെയ്തു. ആ മാലയുമായി ദുർവാസാവ് മുന്നോട്ട് നടന്നു. പോകുന്ന വഴി അദ്ദേഹം ദേവേന്ദ്രനെ കണ്ടു. ദേവേന്ദ്രന്റെ പെരുമാറ്റത്തിൽ സന്തുഷ്ടനായ മുനി മേനക നൽകിയ മാല ദേവേന്ദ്രന് സ്നേഹപൂർവ്വം സമ്മാനിച്ചു. സന്തോഷചിത്തനായ ഇന്ദ്രൻ മുനി നൽകിയ മാല തന്റെ ആനയുടെ മസ്തകത്തിൽ വെച്ചു. ഐരാവതത്തിന്റെ തലയിലിരിക്കുന്ന മാലയുടെ മതിപ്പിക്കുന്ന ഗന്ധത്താൽ തേനീച്ചകൾ ധാരാളമായി തേൻ കുടിക്കാൻ ആനയുടെ തലയ്ക്ക് ചുറ്റും വട്ടമിട്ട് പറന്നു. ക്രമേണ തേനീച്ചകളുടെ എണ്ണം കൂടി. ഇത് ആനയ്ക്ക് ശല്യമായി തോന്നി. ഈച്ചകൾ ആനയെ ശല്യപ്പെടുത്തിയപ്പോൾ ദേഷ്യം വന്ന ആന മാല തുമ്പിക്കൈ കൊണ്ടെടുത്ത് താഴെയിട്ട് ചവിട്ടി അരച്ചു. ഇന്ദ്രൻ ഇതൊന്നും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ക്ഷിപ്രകോപിയായ ദുർവാസാവ് ഇതെല്ലാം കണ്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഇന്ദ്രൻ തന്നെ അപമാനിക്കുകയായിരുന്നു എന്ന് കരുതിയ മുനിക്ക് വലിയ കോപമുണ്ടായി. അദ്ദേഹം ദേവേന്ദ്രനെ ശപിച്ചു. ദേവേന്ദ്ര, ഞാൻ തന്ന മാല നിസ്സാരമെന്ന് വിചാരിച്ച് നീ അത് ആനയെ കൊണ്ട് നശിപ്പിച്ചു. അങ്ങനെ നീ എന്നെ അപമാനിച്ചു. അതിനാൽ നിന്റെ ധനവും പ്രതാപവും എല്ലാം നശിക്കട്ടെ. നിനക്കും ദേവന്മാർക്കും ജരാനരകൾ ബാധിക്കട്ടെ. ദേവന്മാരെല്ലാം മനുഷ്യരെ പോലെ അധപ്പതിച്ച് അസുരന്മാരുടെ യുദ്ധത്തിൽ പരാജയപ്പെടട്ടെ. മുനിയുടെ ശാപവാക്കുകൾ കേട്ട് ഭയന്ന ദേവേന്ദ്രൻ ദുർവാസാവിന്റെ കാൽക്കൽ വീണ് അബദ്ധം ഏറ്റുപറഞ്ഞ് ക്ഷമ ചോദിച്ച് ശാപമോക്ഷത്തിനായി അപേക്ഷിച്ചു. ഇന്ദ്രന്റെ നിരപരാധിത്വം മനസ്സിലാക്കിയ മുനി ഇപ്രകാരം പറഞ്ഞു: നിങ്ങൾ പാൽക്കടൽ കടയുക. പാൽക്കടലിൽ നിന്നും അമൃത് കിട്ടും. അമൃത് ഭക്ഷിക്കുക. അതോടെ നിങ്ങളുടെ ജരാനരകളും ദുഃഖവും ദാരിദ്ര്യവും ഒക്കെ മാറി പണ്ടത്തേതിലും സുഖമായി ജീവിക്കാൻ നിങ്ങൾക്കിടയാകും. ഇങ്ങനെ ഇന്ദ്രന്റെ ശാപമോക്ഷത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയ ശേഷം ദുർവാസാവ് യാത്രയായി. ഇന്ദ്രനും ദേവന്മാരും കൂടി ബ്രഹ്മാവിന്റെ അടുത്തെത്തി. ദുർവാസാവിന്റെ ശാപത്തെക്കുറിച്ച് അവർ ബ്രഹ്മാവിനോട് പറഞ്ഞു. ബ്രഹ്മാവ് ദേവന്മാരെയും കൂട്ടി പാൽക്കടലിൽ മഹാവിഷ്ണുവിന്റെ സമീപമെത്തി. ഈ ആപത്തിൽ നിന്നും തങ്ങളെ രക്ഷിക്കണമെന്നവർ മഹാവിഷ്ണുവിനോട് അപേക്ഷിച്ചു. മഹാവിഷ്ണു പാൽക്കടൽ കടയുന്നതിന് അവരെ സഹായിക്കാമെന്ന് സമ്മതിച്ചു. ദേവന്മാർക്കൊറ്റയ്ക്ക് പാൽക്കടൽ കടയാനാവില്ലെന്നും അതിന് അസുരന്മാരുടെ സഹായം കൂടി വേണമെന്നും വിഷ്ണു പറഞ്ഞു. വിഷ്ണു പറഞ്ഞതനുസരിച്ച് ദേവന്മാർ അസുരരാജാവായ മഹാബലിയുടെ അടുത്തെത്തി സഹായം അപേക്ഷിച്ചു. മഹാബലി അത് സമ്മതിച്ചു. കടൽ കടയുന്നതിന് മന്ദരപർവ്വതത്തെ കടകോലായി ഉപയോഗിക്കാമെന്ന് മഹാവിഷ്ണു ദേവന്മാരോട് നിർദ്ദേശിച്ചു. പർവ്വതത്തെ പിഴുതെടുക്കാൻ അവർ നോക്കി. പക്ഷെ അവരുടെ പരിശ്രമത്തിന് ഫലമുണ്ടായില്ല. പർവ്വതത്തെ ഇളക്കുവാൻ ദേവന്മാർക്ക് കഴിഞ്ഞില്ല. ഈ സമയം മഹാവിഷ്ണുവിന്റെ ആജ്ഞപ്രകാരം ഗരുഡൻ പർവ്വതത്തെ എടുത്ത് പാൽക്കടലിലേക്ക് പറന്നു. ദേവന്മാരും അസുരന്മാരും സമുദ്രമഥനത്തിനായി ഒരുങ്ങി. മഹാവിഷ്ണുവും പരമശിവനും ബ്രഹ്മാവും എത്തി. സാക്ഷാൽ പരമശിവന്റെ നിർദ്ദേശപ്രകാരം വാസുകിയെയാണ് കടയാനായി തീരുമാനിച്ചത്. ആ നിർദ്ദേശപ്രകാരം വാസുകി പർവ്വതത്തെ ചുറ്റിക്കിടന്നു. താമസിയാതെ ദേവന്മാരും അസുരന്മാരും സമുദ്രമഥനം ആരംഭിച്ചു. ദേവന്മാർ വാസുകിയുടെ തലയറ്റം പിടിക്കുവാൻ ശ്രമിച്ചു. എന്നാൽ തങ്ങൾക്ക് തലഭാഗം വേണമെന്ന് അസുരന്മാർ വാശി പിടിച്ചു. അസുരന്മാർ വാസുകിയുടെ തലയ്ക്കും ദേവന്മാർ വാലിലും പിടിച്ചുകൊണ്ട് വലിക്കുവാൻ ആരംഭിച്ചു. പരസ്പരം മത്സരിച്ചുകൊണ്ട് വാശിയോടെ ദേവന്മാരും അസുരന്മാരും പാലാഴി കടയാൻ തുടങ്ങി. കുറച്ചുനേരം കടഞ്ഞു കഴിഞ്ഞപ്പോൾ മന്ദരപർവ്വതം കടലിൽ താണുപോകുവാൻ തുടങ്ങി. നിരാശരായ ദേവന്മാരെ ഈ ആപത്തിൽ നിന്നും രക്ഷിക്കുവാൻ മഹാവിഷ്ണു സന്നദ്ധനായി. പർവ്വതത്തെ പാതാളത്തിൽ നിന്നും ഉയർത്തുന്നതിന് വേണ്ടി ഒരു പുതിയ അവതാരമെടുക്കുവാൻ മഹാവിഷ്ണു തയ്യാറായി. താമസിയാതെ മഹാവിഷ്ണു കൂർമ്മം അഥവാ ആമയുടെ രൂപം കൈക്കൊണ്ടു. ക്രമേണ അത് ആകാശം മുട്ടെ വളർന്നു. ആ കൂർമ്മത്തിന്
1,00,000 യോജന നീളമുണ്ടായിരുന്നു അത്രേ. ഈ കൂർമ്മത്തെ കണ്ട് ദേവന്മാരും അസുരന്മാരും വിസ്മയിച്ചു. ഈ സമയം കൂർമ്മം പാലാഴിയിലേക്ക് താണുപോയി. താമസിയാതെ തന്റെ മുതുകിൽ പർവ്വതത്തെ താങ്ങിക്കൊണ്ട് കൂർമ്മം ഉയർന്നു വന്നു. അത് പർവ്വതത്തെ യഥാസ്ഥാനത്ത് നിർത്തി. മന്ദരപർവ്വതം പഴയപടിയായപ്പോൾ ദേവന്മാരും അസുരന്മാരും വീണ്ടും ഉത്സാഹത്തോടുകൂടി പാലാഴി കടയുവാൻ തുടങ്ങി. പാലാഴി മഥനം തുടർന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ വാസുകിക്ക് അസ്വസ്ഥത വന്നു തുടങ്ങി. വാസുകി ഛർദ്ദിക്കുവാൻ തുടങ്ങി. വാസുകിയുടെ വായിലൂടെ കാളകൂടമെന്ന മാരക വിഷം പുറത്തു വരികയും ചെയ്തു. വിഷം അന്തരീക്ഷത്തിൽ വ്യാപിച്ചാൽ ലോകം നശിക്കുമെന്ന് ഏവരും ഭയന്നു. വിഷമില്ലാതാക്കാൻ എന്താണ് വഴിയെന്നവർ ആലോചിച്ചു. ഈ സമയത്ത് ലോകമാകെ നശിപ്പിക്കുവാൻ തക്ക നാശകമായ ആ വിഷം പരമശിവൻ പാനം ചെയ്തു. ഇത് കണ്ട് ശിവപത്നി പാർവതി അമ്പരന്നു. വിഷം അകത്തു ചെന്നാൽ ശിവൻ മരിക്കുമെന്ന് പാർവതി കരുതി. വിഷം അകത്തു പോകാതിരിക്കാൻ പാർവതി ശിവന്റെ കണ്ഠത്തിൽ ഞെക്കിപ്പിടിച്ചു. ശിവൻ വിഷം പുറത്തേക്ക് തുപ്പുമോ എന്ന് ദേവന്മാർ ഭയന്നു. വിഷം പുറത്തേക്ക് തുപ്പാതിരിക്കാൻ അവർ ശിവന്റെ വായ അടച്ചു പിടിച്ചു. അങ്ങനെ വിഷം പരമശിവന്റെ കണ്ഠത്തിൽ അടിഞ്ഞുകൂടി. അതോടെ ശിവന്റെ കണ്ഠം നീലനിറമായി. അങ്ങനെ പരമശിവന് നീലകണ്ഠൻ എന്ന പേര് ലഭിക്കുകയും ചെയ്തു. ഈ ഓർമ്മയ്ക്കായാണ് ശിവരാത്രി ആചരിക്കുന്നത്. പാലാഴി മഥന സമയത്ത് വിശിഷ്ടങ്ങളായ പല വസ്തുക്കളും ഉയർന്നു വന്നു. നാൽക്കൊമ്പനായ വെള്ളാന, വിശിഷ്ടമായ ഉച്ചൈസ്രവസ് എന്ന കുതിര, സുരഭി എന്ന കാമധേനു, കൽപ്പകവൃക്ഷം, പാരിജാതം, കൗസ്തുഭം, വിശിഷ്ടമായ ചന്ദ്രക്കല, അപ്സര സ്ത്രീകൾ, താര എന്ന സുന്ദരി, വാരുണി എന്ന മദ്യം, ചേട്ട എന്ന ലക്ഷണമില്ലാത്ത നാരി. ഇതിൽ നാൽക്കൊമ്പൻ, കുതിര, പാരിജാതം, കൽപ്പകവൃക്ഷം തുടങ്ങിയവയൊക്കെ ദേവേന്ദ്രൻ എടുത്തു. അപ്സര സ്ത്രീകളെ ദേവന്മാരും താരയെ ബാലിയും കൈക്കലാക്കി. സുരഭിയെ മഹർഷിമാർ സ്വീകരിച്ചു. കൗസ്തുഭം വിഷ്ണുവും എടുത്തു. അല്പനേരം കഴിഞ്ഞ് അമ്പിളിക്കല ഉയർന്നു വന്നു. ശിവൻ അതെടുത്തു തന്റെ ശിരസിലണിഞ്ഞു. പിന്നീട് മദ്യപാനം, കലഹം, അഹങ്കാരം തുടങ്ങിയ ദുഷ്പ്രവൃത്തികൾ ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്ന വാരുണി എന്ന ദേവത പൊങ്ങി വന്നു. വാരുണിയെ അസുരന്മാർ കൈക്കലാക്കി. ലക്ഷണമില്ലാത്ത ചേട്ടാ ഭഗവതിയെ ആരും കൈക്കൊണ്ടില്ല. തന്മൂലം അവൾ പോകാൻ ഇടമില്ലാതെ ദുഃഖത്തോടെ നിന്നു. വിഷ്ണു അവൾക്ക് കലിവസിക്കുന്ന ഇടങ്ങൾ നൽകി. പാലാഴി മധ്യത്തിൽ ഒരു ചെന്താമര പുഷ്പം വിടർന്നു. ആ പുഷ്പത്തിൽ നിന്ന് സർവാംഗ സുന്ദരിയും സുസ്മേരവദനയുമായി ലക്ഷ്മി ഭഗവതി ആഗതയായി. ഐശ്വര്യ ദേവതയുടെ സർവൈശ്വര്യങ്ങൾ ദർശിച്ച ദേവന്മാരും അസുരന്മാരും ലക്ഷ്മി ദേവിയെ കണ്ട് സ്വയം മതിമറന്നു നിന്നു. അവർ അങ്ങനെ നിൽക്കവേ ആ സൗന്ദര്യ ദേവത തന്റെ കരങ്ങളിൽ സൗരഭ്യമേറുന്ന ഒരു മാലയുമായി മന്ദം മന്ദം നടന്നു വന്ന മഹാവിഷ്ണുവിന്റെ കഴുത്തിൽ ആ പൂമാല ചാർത്തി. അടുത്തതായി ധന്വന്തരി എന്ന ദേവൻ സമുദ്രത്തിൽ നിന്ന് പൊങ്ങി വന്നു. അമൃതം നിറഞ്ഞ ഒരു കുടം വഹിച്ചുകൊണ്ട് ധന്വന്തരി സമുദ്രതീരത്ത് വന്നപ്പോൾ ബ്രഹ്മാവും മറ്റ് ദേവന്മാരും ആ ദേവനെ വന്ദിച്ചു. ധന്വന്തരി ദേവൻ അമൃതകുംഭം ദേവന്മാർക്ക് നൽകി. ലക്ഷ്മി ദേവിയുടെ ആഗമനത്തിന്റെ ആഘോഷത്തിലായിരുന്നു ദേവന്മാർ. അവർ അതിൽ മതിമറന്ന വേളയിൽ അമൃതകുംഭവും തട്ടിയെടുത്ത് അസുരന്മാർ സ്ഥലം വിട്ടു. അമൃതകുംഭം മോഷ്ടിച്ചു എന്നറിഞ്ഞ ദേവന്മാർ പരിഭ്രാന്തരായി. അപ്പോൾ മഹാവിഷ്ണു ദേവന്മാരെ സമാധാനിപ്പിച്ചു. അമൃതകുംഭം വീണ്ടെടുക്കുന്നതിന് താൻ സഹായിക്കാമെന്ന് വിഷ്ണു അവർക്ക് ഉറപ്പു നൽകി. ഉടനെ മഹാവിഷ്ണു ആരെയും മോഹിപ്പിക്കുന്ന മോഹിനി എന്ന സുന്ദരിയായി മാറി. സർവാംഗ സുന്ദരിയായ മോഹിനി അസുര സങ്കേതത്തിലെത്തി. മോഹിനിയുടെ സൗന്ദര്യത്തിൽ ഭ്രമിച്ചു പോയ അസുരന്മാർക്ക് അവളിൽ അനുരാഗമുദിച്ചു. അപ്പോൾ മോഹിനി ഇപ്രകാരം പറഞ്ഞു: ദാനവന്മാരെ, നിങ്ങളിൽ എല്ലാവരെയും എനിക്ക് വലിയ ഇഷ്ടമാണ്. എങ്കിലും എനിക്കൊരു സ്വകാര്യ വ്രതമുണ്ട്. എന്തെന്നാൽ ഏറ്റവും ക്ഷമാശീലനായ ഒരാളെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ. അതെനിക്ക് നിങ്ങളിൽ പരീക്ഷിക്കണം.
അതിൽ വിജയിക്കുന്ന ആളെ ഞാൻ വിവാഹം കഴിക്കാം. നിങ്ങൾ അമൃത് ഭക്ഷിക്കുവാൻ ഭാവിക്കുകയല്ലേ? നിങ്ങൾക്ക് അമൃത് ഞാൻ വിളമ്പിത്തരാം. പക്ഷെ അതിനൊരു നിബന്ധനയുണ്ട്. നിങ്ങൾ ഏവരും വാ പൊളിച്ച് കണ്ണടച്ചിരിക്കണം. ഞാൻ ഓരോരുത്തർക്കും അമൃത് പകർന്നു തരാം. അവസാനം കണ്ണു തുറക്കുന്നവനായിരിക്കും ഏറ്റവും ക്ഷമാശീലൻ. അവന് ഞാൻ വരണമാല്യം അണിയിക്കും. സമ്മതമാണ്? മോഹിനി ചോദിച്ചു. ഇത് കേട്ട് അസുരന്മാർ ഒന്നടങ്കം തങ്ങൾക്ക് സമ്മതമാണ് എന്ന് വിളിച്ചു കൂവി. മോഹിനിയുടെ വാക്കുകൾ വിശ്വസിച്ച അസുരന്മാർ വാ പൊളിച്ച് കണ്ണടച്ചിരുന്നു. ഈ സമയത്ത് മോഹിനി അമൃത കുംഭവുമായി അവിടെ നിന്ന് കടന്നു കളഞ്ഞു. അവൾ ദേവലോകത്തെത്തി. മോഹിനി അമൃത് ദേവന്മാർക്കു നൽകി. ദേവന്മാർ അമൃതമുണ്ണാൻ ഭാവിക്കുമ്പോൾ അവിടെ വൃദ്ധനും ദീനനുമായ ഒരു ബ്രാഹ്മണൻ പ്രത്യക്ഷപ്പെട്ടു. അല്ലയോ ദേവന്മാരെ, നിങ്ങൾ അമൃതമുണ്ണാൻ തുടങ്ങുകയല്ലേ? വൃദ്ധനും രോഗിയുമായ ഈ ബ്രാഹ്മണനും അല്പം അമൃത് തരണം. എങ്കിൽ ഈ ഉള്ളവൻ വൃദ്ധതയും ദീനതയും മാറി സ്വസ്ഥത പ്രാപിക്കുമായിരുന്നു. ഇത് കേട്ട് ദേവന്മാർക്ക് ബ്രാഹ്മണനോട് അനുകമ്പ തോന്നി. അവർ അമൃതിൽ ഒരംശം ബ്രാഹ്മണന് നൽകി. ഇത്രയുമായപ്പോൾ ഗോപുരവാതിൽക്കൽ കാവൽ നിന്ന് സൂര്യനും ചന്ദ്രനും അവിടെ പാഞ്ഞെത്തി. അവർ ദേവന്മാരോട് ഇങ്ങനെ പറഞ്ഞു: അവനെ വിശ്വസിക്കരുത്. അവൻ രാഹു എന്നു പേരുള്ള ഒരു അസുരനാണ്. ഇത് കേട്ട് മഹാവിഷ്ണു സത്യാവസ്ഥ മനസ്സിലാക്കുകയും തന്റെ സുദർശന ചക്രത്താൽ അസുരന്റെ ശിരച്ഛേദം നടത്തുകയും ചെയ്തു. പക്ഷെ അയാൾ ഒരു തുള്ളി അമൃത് കഴിച്ചിരുന്നു. അതിനാൽ അസുരന്റെ ശരീരം 2 ഭാഗങ്ങളായി. രാഹു തലയും കേതു ശരീരവുമായി. പിന്നീട് കൃത്യമായ ഇടവേളകളിൽ രാഹു സൂര്യനെയും ചന്ദ്രനെയും വിഴുങ്ങാൻ തുടങ്ങി. ഇത് ഗ്രഹണത്തിന് കാരണമായി. അപ്പോഴേക്കും മോഹിനി മഹാവിഷ്ണുവാണെന്ന് അസുരന്മാർ മനസ്സിലാക്കി. അവർ വന്നപ്പോഴേക്കും ദേവന്മാർ അമൃത് കഴിച്ചിരുന്നു. അതോടെ ദേവന്മാർക്ക് യുദ്ധത്തിൽ അസുരന്മാരെ പരാജയപ്പെടുത്താനും അവരുടെ പ്രതാപം വീണ്ടെടുക്കാനും കഴിഞ്ഞു.